അന്നത്തെ നാട്ടുനടപ്പനുസരിച്ച് ഏതെങ്കിലും ഒരു മകൻ അപ്പന്റെ സ്വത്തും സമ്പാദിച്ചു പുറപ്പെട്ടു പോയാൽ കുറച്ചുനാൾ കഴിഞ്ഞ് അവൻ തിരിച്ചു വരികയാണെങ്കിൽ കൂലിക്കാരെ കൊണ്ട് അവനെ അപ്പൻ കല്ലെറിയിക്കുമായിരുന്നു. ഇതറിയാവുന്ന കേൾവിക്കാരോടാണ് ഈശോ ധൂർത്തപുത്രന്റെ കഥ പറയുന്നത്. എന്നാൽ തിരിച്ചു വരുമ്പോൾ കേൾവിക്കാർക്ക് ഒരു ട്വിസ്റ്റ് നൽകുകയാണ് ഈശോ ഈ കഥയിലൂടെ. അപ്പൻ ഓടിച്ചെന്ന് ദൂരെ വെച്ച് തന്നെ കണ്ടു, ഓടിച്ചെന്നു, മനസ്സലിഞ്ഞു, കെട്ടിപ്പിടിച്ചു, ചുംബിച്ചു എന്ന് പറയുന്നത് അന്നത്തെ നാട്ടുനടപ്പിന് എതിരുള്ള കാര്യമായിരുന്നു. എന്നാൽ ഈശോ പറയാൻ ഉദ്ദേശിച്ചത് ഇതുമാത്രമാണ്: ദൈവം അത്രമാത്രം നമ്മെ സ്നേഹിക്കുന്നു എന്ന് പറയാനാണ്. ഈ സ്നേഹം തിരിച്ചറിയാതെ പോയതാണ് ഇന്ന് നമ്മൾക്ക് സംഭവിച്ചിരിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം. നാം ദൈവത്തിൻ്റെ വലിപ്പത്തെ വ്യക്തമായി മനസ്സിലാക്കുന്നില്ല എന്നുള്ളതാണ്. ഒരു കുടത്തിലെ വെള്ളവും ഒരു കടലിലെ വെള്ളവും തമ്മിൽ എന്ത് വ്യത്യാസമുണ്ടോ അത്രയും വ്യത്യാസമുണ്ട് ദൈവത്തിൻ്റെ വലിപ്പവും നമ്മുടെ വലിപ്പവും തമ്മിൽ. ഇവിടെ 4 വയസ്സും 3 വയസ്സും 2 വയസ്സുമുള്ള കുട്ടികളുടെ ഇടയിലേക്ക് ഒരു കളിപ്പാട്ടമിട്ട് കൊടുക്കുമ്പോൾ ആ കളിപ്പാട്ടത്തിനു വേണ്ടി തമ്മിൽ മത്സരിക്കുന്ന, തമ്മിൽ വഴക്കുകൂടുന്ന കുട്ടികളെപ്പോലെയാണ് ദൈവം നമ്മുടെ ഈ കുർബാന പ്രശ്നത്തിൻ്റെ പേരിലുള്ള വഴക്കിനെ കാണുന്നത് എന്നാണ് ഞാൻ കരുതുന്നത്. കാരണം നമ്മൾ വിശുദ്ധ കുർബാനയുടെ വില മനസ്സിലാക്കുന്നില്ല. ദൈവം മനുഷ്യന് നൽകാവുന്നതിൽ വെച്ച് ഏറ്റവും വലിയ സമ്മാനമാണ്, ഏറ്റവും വലിയ നിധിയാണ് വിശുദ്ധ കുർബാന. ആ വിശുദ്ധ കുർബാനയുടെ പേരിൽ ഇന്ന് നമ്മൾ കാട്ടിക്കൂട്ടുന്ന വഴക്കുകളും മത്സരങ്ങളുമെല്ലാം ദൈവത്തെ എത്രമാത്രം വേദനിപ്പിക്കുന്നുണ്ടു എന്ന കാര്യം നാം മറന്നുപോകരുത്. എന്നാൽ അവിടുന്ന് സ്നേഹമായതുകൊണ്ട് അവിടുന്ന് കുട്ടികളായ നമ്മളോട് ക്ഷമിക്കുന്നു എന്ന് കരുതിയാൽ മാത്രം മതി. ജനിച്ചപ്പോഴേ നമ്മുടെ ഹൃദയത്തിൽ ദൈവം ആലേഖനം ചെയ്തിട്ടുള്ള ദൈവവചനത്തെ ഈ ലോകത്തിൻ്റെ വചനം കീഴടക്കിയിരിക്കുന്നു. അതുകൊണ്ടാണ് മനസാക്ഷി മരവിച്ച് മനസാക്ഷി നഷ്ടപ്പെട്ടവരെ പോലെ നമ്മൾ മെത്രാന്മാരും വൈദികരും അൽമായരും ഇന്ന് പെരുമാറിക്കൊണ്ടിരിക്കുന്നത് എന്ന് പറയാതിരിക്കാൻ വയ്യ.